Hello, my dear children. Welcome back to Science Online class. Today, we can move on to the next class, next part of this 12th chapter. What if it finishes? What if it finishes? We already discussed some of the things about this chapter, the vehicles, about the vehicles, and the petrol, diesel, the petrol, diesel consumptions. Then so many things we discussed. How can the petrol or diesel are limited in our earth? That's also we discussed some of the things. Okay, so the next one we have to do the next part. The one box is given there. Okay, one box is given there. Then we have to read that. Then we can discuss. First one, treasure from the earth. Treasure from the earth. എർത്തിൽ നിന്നും ട്രഷർ ചെയ്യുക. ട്രഷർ ചെയ്യാൻ എന്താ, നമ്മൾ ട്രഷർ ഹണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ട്രഷർ ഹണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിധി കുഴിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ? ട്രഷർ ചെയ്യാനാ നിധി കുഴിച്ചെടുക്കുക. It is not easy to find out where oil is deep down below the earth. Scientists use special techniques and machines to find this out. Okay, അതായത് ഈ ഓയിൽ, അതായത് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രോള്, അതുപോലെ തന്നെ ഡീസൽ, ഇതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ഈസി ഉള്ള കാര്യമൊന്നുമല്ല. ഈ എർത്തിനെ നേരെ ഡീപ്പായിട്ട് കുഴിച്ചാൽ അത് കിട്ടണം എന്നില്ല. അതായത് ഇത് നല്ല ഈസി ഉള്ള കാര്യമല്ല പെട്രോളും ഡീസലൊക്കെ കുഴിച്ചെടുക്കുക എന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റൊക്കെ എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ ടെക്നിക്സും മെഷീൻസും ടെക്നീക്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവരിത് കണ്ടുപിടിക്കുക. Okay, then through pipe and machines petroleum is pumped out. എന്നിട്ട് എന്ത് ചെയ്യും, ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ മെഷീൻസ് വെച്ചിട്ടാണ് പെട്രോൾ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഡീസൽ, പെട്രോളൊക്കെ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് എടുക്കുന്നത്, പമ്പ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഓയിൽ ഈസ് എ സ്മെല്ലി തിക്ക് ഡാർക്ക് കളേർഡ് ലിക്വിഡ്. അതായത് ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താ, നല്ല സ്മെല്ലി ആയിട്ട് നല്ല സ്മെല്ലുണ്ടാവും, നല്ല മണം ഉണ്ടാവും. അപ്പോൾ തിക്കായിരിക്കും, നല്ല കട്ടിയുള്ള ലിക്വിഡ് ഫോമിലായിരിക്കും. പിന്നെ എന്താ, ഡാർക്ക് കളേർഡ് ലിക്വിഡ് ആയിരിക്കും, നല്ല ഡാർക്ക് കളർ ആയിരിക്കും അതിനുണ്ടാവുക. ഇറ്റ് കണ്ടെയ്ൻസ് മെനി തിങ്സ് മിക്സ്ഡ് ഇൻ ഇറ്റ്. അതിന് കുറേ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. ടു ക്ലീൻ ആൻഡ് സെപ്പറേറ്റ് ദീസ് ഇറ്റ് ഈസ് സെൻഡ് ടു എ റിഫൈനറി. എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ കുറേ സാധനങ്ങൾ മിക്സ് ആയതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും സെപ്പറേറ്റ് ചെയ്ത് പെട്രോളിയം പ്രൊഡക്ട്സ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടും അത് റിഫൈനറിയിലേക്ക് സെൻഡ് ചെയ്യും. ഇവിടേക്ക് സെൻഡ് ചെയ്യും, റിഫൈനറിയിലേക്ക് അയക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഹാവ് യു ഹിയർഡ് എ റിഫൈനറി? നിങ്ങൾ റിഫൈനറി എന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? റിഫൈനറി എന്നാൽ അരിച്ചെടുക്കുന്ന സ്ഥലം. അതായത് ക്ലീൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ മെറ്റീരിയൽസും ഡിഫറെൻ്റ് ആയിട്ട് മാറ്റിയിട്ട് പെട്രോൾ പ്രൊഡക്ട്സ് മാത്രം റിഫൈൻ ചെയ്തെടുക്കുന്ന സ്ഥലത്തിന് റിഫൈനറി എന്ന് പറയാം കേട്ടോ. ഇറ്റ് ഈസ് ഫ്രം ദിസ് പെട്രോളിയം ഓർ ഓയിൽ വി ഗെറ്റ് കെറോസിൻ, ഡീസൽ, പെട്രോൾ, എൻജിൻ ഓയിൽ ആൻഡ് ഫ്യൂവൽ ഫോർ എയർക്രാഫ്റ്റ്സ്. അതായത് പെട്രോളിയം പ്രൊഡക്ട്സ് നമ്മൾ കുഴിച്ചെടുക്കുന്ന പെട്രോളിയത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കുറേ ഓയിൽസ് നമ്മൾ എടുക്കുന്നത് എന്തൊക്കെയാണ്, കെറോസിൻ പറഞ്ഞാൽ മണ്ണെണ്ണ അല്ലേ, മണ്ണെണ്ണ, അതുപോലെ ഡീസൽ അറിയാലോ, പെട്രോള്, പിന്നെ എൻജിൻ ഓയിൽ, എൻജിനിലൊക്കെ ഒഴിക്കുന്ന ഓയിലില്ലേ അതൊക്കെ എന്താണ്, പിന്നെ ഫ്യൂവല്, ചില എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ, അതായത് എയറോപ്ലെയിനിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂവല്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെട്രോളിയം പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. ഡു യു നോ ദാറ്റ് LPG, കുക്കിംഗ് ഗ്യാസ്, വാക്സ്, കോൾ ടാർ ആൻഡ് ഗ്രീസ് ആർ ആൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം ദീസ്? പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, എന്താണ് LPG ഗ്യാസ്, നമ്മുടെ കുക്ക് ചെയ്യുന്ന ഈ ഗ്യാസ് ഇല്ലേ, അതുപോലെ വാക്സ് പറഞ്ഞാൽ എന്താ, വാക്സ് പറഞ്ഞാൽ മെഴുകുതിരി അല്ലേ, മെഴുകുതിരിയുടെ അതിൻ്റെ വാക്സ്, അതുപോലെ കോൾ ടാറില്ലേ, നമ്മൾ റോഡൊക്കെ ടാർ ചെയ്യുന്ന ടാറ്, അതുപോലെ തന്നെ ഗ്രീസ്, വണ്ടിയിലൊക്കെ ഉണ്ടാകുന്ന ഗ്രീസ് അല്ലേ, സ്മൂത്താക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഗ്രീസൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. എവിടെ നിന്നാണ്? ഇതൊക്കെ പെട്രോളിയം പ്രൊഡക്റ്റാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ മേക്കിംഗ് സെവറൽ അതർ തിങ്സ് ലൈക്ക് പ്ലാസ്റ്റിക്സ് ആൻഡ് പെയിൻറ്റ്. അതുപോലെ തന്നെ ഇതിൽ എന്തുണ്ട്, വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക്സും അതുപോലെ പെയിൻറ്റും ഒക്കെ പെട്രോളിയം പ്രൊഡക്റ്റാണ് കേട്ടോ. പ്ലാസ്റ്റിക്സും അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ പെയിൻറ്റും നമുക്ക്
പെട്രോളിയം പോലെ എന്ത് ചെയ്യും കുഴിച്ചെടുത്തിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അത്രയാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു അറിവാണ് അല്ലേ. ദ നെക്സ്റ്റ് ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് സേവിങ് ഓയിൽ. അപ്പോൾ ഈ കുട്ടി പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, എങ്ങനെ ഓയിൽ സേവ് ചെയ്യാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ റിമെമ്പേർഡ് ദാറ്റ്, ഞാൻ എന്ത് ചെയ്തു ഒന്ന് ഓർമ്മിച്ചു. എന്ത്, സംടൈംസ് ബാബ കീപ്സ് ദ എൻജിൻ ഓഫ് ദ ട്രാക്ടർ ഓൺ വൈൽ ഡൂയിങ് സംതിങ് എൽസ്. എന്ത് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ബാബ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എൻജിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺ ആക്കി ഇടാറുണ്ട്, ട്രാക്ടറിൻ്റെ ഓണാക്കി ഇടാറുണ്ട്. അറ്റ് ടൈംസ് ദ പമ്പ് ഇൻ ദ ഫീൽഡ് ഈസ് ആൾസോ ലെഫ്റ്റ് ഓൺ. ഹൗ മച്ച് ഓയിൽ വുഡ് ബി ഗോയിങ് വേസ്റ്റ്? ഐ തോട്ട് ഐ വിൽ ഷ്യൂർലി ടാക്ക് ടു ബാബ വെൻ ഐ ഗെറ്റ് ഹോം. അതായത് പറയാണ്, വെറുതെ ഇങ്ങനെ ഈ ട്രാക്ടർ ഓണാക്കിയിടുന്ന സ്വഭാവം ഈ കുട്ടിയുടെ ബാബക്കുണ്ട്. ബാബ എന്നാൽ ഫാദർ, ഓക്കെ, ഫാദറിനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഫീൽഡിലുള്ള പമ്പൊക്കെ എന്ത് ചെയ്യുന്നു, അവിടെ കിടക്കും. പമ്പ് വെറുതെ ഇങ്ങനെ ഓണാക്കിയിടുക ട്രാക്ടർ. എന്നിട്ട് എന്ത് ചെയ്യുക, ഫീൽഡ് പറഞ്ഞാൽ എന്താ, കൃഷിസ്ഥലം അല്ലേ, കൃഷിസ്ഥലത്തിൻ്റെ അവിടെ പമ്പ് ചെയ്യുന്ന സമയത്തല്ലാതെ കൂടെ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യും, ട്രാക്ടറൊക്കെ വെറുതെ ഓണാക്കിയിടും. സോ എത്ര ഓയിലാണ് ഇവിടെ വേസ്റ്റ് ആവുന്നത്, ഭയങ്കരമായിട്ട് ഓയിൽ വേസ്റ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ബാബനോട് വീട്ടിലെത്തിയിട്ട് ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് പറയും എന്നാണ് പറയുന്നത്. ആര് പറയുന്നത്, ഈ കുട്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് റൈറ്റ്, എന്താണ് റൈറ്റ്, വാട്ട് ഓൾ ക്യാൻ വെഹിക്കിൾസ് റൺ ഓൺ. എല്ലാ വെഹിക്കിൾസും റണ്ണ് ചെയ്യുന്നത് എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്, മീൻസ് എന്തൊക്കെ ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ടാണെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്, വെഹിക്കിൾസ് ക്യാൻ റൺ ഓൺ പെട്രോൾ, ഡീസൽ, CNG, LPG, ബാറ്ററി ആൻഡ് സോളാർ എനർജി അല്ലേ. എന്തൊക്കെയാണ് വെഹിക്കിൾസ് ഓടാൻ വേണ്ടിയിട്ട് വേണ്ടത്, വെഹിക്കിൾസ് ഓടാൻ വേണ്ടി പെട്രോൾ വേണം, അല്ലെങ്കിൽ ഡീസൽ വേണം, അല്ലെങ്കിൽ CNG വേണം. CNG എന്നിട്ടുള്ള ഗ്യാസ് അല്ലേ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അല്ലേ. സോ അത് വേണം. അതുപോലെ തന്നെ LPG, അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അങ്ങനെയുള്ള വണ്ടികളുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി വേണം അല്ലേ, വണ്ടിക്ക് ബാറ്ററി വേണം. അതുപോലെ സോളാർ എനർജിയും വേണം. ഇത്രയും കാര്യങ്ങൾ വേണം വെഹിക്കിൾസിന്, ഓരോ വെഹിക്കിൾസിനും ഓടാൻ വേണ്ടിയിട്ട് അല്ലേ. സോ ദ നെക്സ്റ്റ്, വാട്ട് കൈൻഡ്സ് ഓഫ് പ്രോബ്ലം വിൽ വി ഫേസ് ഇഫ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് കീപ്പ് ഓൺ ഇൻക്രീസിങ്? ഫോർ എക്സാമ്പിൾ, മോർ ട്രാഫിക് ഓൺ ദ റോഡ്, ടാക്ക് ടു യുവർ എൽഡേഴ്സ് ആൻഡ് വർഡ് അബൌട്ട് ഇറ്റ്. അതായത് നമ്മൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്, നിങ്ങളുടെ വെഹിക്കിൾസ് ഇങ്ങനെ കൂടുതൽ വണ്ടികൾ ഇങ്ങനെ അധികരിച്ചത് കൊണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ റോട്ടിലൊക്കെ ഇറങ്ങിയാൽ ഇഷ്ടം പോലെ വണ്ടി കാണാം അല്ലേ. അപ്പോൾ വണ്ടികൾ കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഒരു എക്സാമ്പിൾ, ഒരു റോഡിൽ നമ്മൾ ട്രാഫിക് അല്ലേ, ട്രാഫിക് എപ്പോഴും ഉണ്ടാകുന്നത്, ട്രാഫിക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ജാമിലൊക്കെ കുടുങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എൽഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രോബ്ലം വരിക, ഇഫ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് കീപ്പ് ഓൺ ഇൻക്രീസിങ് ഓൺ ദ റോഡ്, ദെൻ ബിസൈഡ്സ് ഹെവി ട്രാഫിക് അല്ലേ, കുറേ വണ്ടികൾ അധികരിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഹെവി ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ തന്നെ പ്രോബ്ലംസ് ലൈക്ക് എയർ പൊല്യൂഷൻ അല്ലേ, എല്ലാ വണ്ടികളും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ പുക ഇങ്ങനെ വണ്ടികളിലൂടെ പോവുകയാണ്. അപ്പോൾ എന്ത് പൊല്യൂഷനാണ് ഉണ്ടാവുക, എയർ പൊല്യൂഷൻ ഉണ്ടാവും. പിന്നെന്ത്, നോയ്സ് പൊല്യൂഷൻ ഉണ്ടാവും അല്ലേ, ഹോൺ അടിക്കുമ്പോൾ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാവും. അതുപോലെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതായത് കുറേ എന്ത് ചെയ്യുന്നുണ്ട്, വെഹിക്കിൾസ് ഉണ്ടാകുമ്പോൾ വണ്ടികൾ തമ്മിൽ ആക്സിഡൻ്റ് ആവാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എക്സെട്ര ക്യാൻ അറൈസ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട് അല്ലേ. സോ ദ നെക്സ്റ്റ് എന്താ, മഞ്ജു പറയുകയാണെ, വൈ ഡസിൻറ്റ് എവരി വൺ യൂസ് എ ബസ്? എന്തുകൊണ്ടാണ് എല്ലാവരും ബസ് യൂസ് ചെയ്യാത്തത്? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വൈ ഡോണ്ട് പീപ്പിൾ ട്രാവൽ ബൈ ബസ്സസ്? എന്തുകൊണ്ടാണ് ആളുകൾ ബസ് അങ്ങനെ യൂസ് ചെയ്യാത്തത്? അധികം ആളുകൾ എന്ത് ചെയ്യും, സ്വന്തം വെഹിക്കിളിലായിരിക്കും എന്ത് ചെയ്യുക, യാത്ര ചെയ്യുക അല്ലേ. പിന്നെ ബസ്സസിലൊക്കെ യൂസ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഐ തിങ്ക് പ്യുവർ പീപ്പിൾ പ്രിഫർ ബൈസിക്കിൾ than to spend daily on buses, while the rich one use cars for convenience and also maintain their status അല്ലേ. എന്തായിരിക്കും നമുക്ക് പറയാം, ഈ പ്യുവർ ആയിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട ആളുകളായി എന്താണ് യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അവർക്ക് ബൈസിക്കിളായിരിക്കും ബസ്സിനേക്കാളും എക്സ്പെൻസ് കുറവായിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ബൈസിക്കിളിൽ പോയാൽ വേറെ ക്യാഷ് കൊടുക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവർ പ്രിഫർ ചെയ്യുന്നത് ബൈസിക്കിളായിരിക്കും.
പക്ഷേ റിച്ച് ആയിട്ടുള്ള ആളുകൾ, നല്ല ധനികരായിട്ടുള്ള ആളുകളാണെങ്കിൽ എന്താ എനിക്ക് പ്രിഫർ ചെയ്യുക, അവരവരുടെ കാർ യൂസ് ചെയ്തിട്ടായിരിക്കും പോകാൻ വേണ്ടിയിട്ടായിരിക്കും അവർക്ക് പ്രിഫർ ചെയ്യുക അല്ലേ. എന്ത് ചെയ്യും, അവരുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ അവരുടെ ഇതിൽ. അപ്പോൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് കാറിലായിരിക്കും അധികം ആളുകളും പോവുക. ഓക്കെ, അതുകൊണ്ടാണ് ബസ്സസ് യൂസ് ചെയ്യാത്തത്. അണ്ടർസ്റ്റുഡ്. They suggest some ways to deal with the problems arising out of the growing number of vehicles. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം പറയാൻ പറ്റുമോ ഈ വർദ്ധിച്ചു വരുന്ന വെഹിക്കിൾസിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട്? എന്തെങ്കിലും മാർഗം നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് എന്താ പറയാം, ടു കൺട്രോൾ ദ ഗ്രോയിങ് നമ്പർ ഓഫ് വെഹിക്കിൾസ് പീപ്പിൾ ഷുഡ് പ്രിഫർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ലൈക്ക് ബസ്സസ്, ട്രെയിൻസ്, മെട്രോ ട്രെയിൻ എക്സെട്ര അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഗ്രോയിങ് നമ്പറോ ഈ കൂടിക്കൊണ്ട് വരുന്ന വെഹിക്കിൾസിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, പീപ്പിളൊക്കെ എന്ത് ചെയ്യുക, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്, ബസ്സിലെ ബസ്സസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ വേറെന്താ, ട്രെയിൻ യൂസ് ചെയ്യുക. അതിലൊക്കെ കുറേ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മെട്രോ ട്രെയിന് ഇങ്ങനെയുള്ള വലിയ വലിയ വാഹനങ്ങൾ യൂസ് ചെയ്താൽ കുറേ വാഹനങ്ങളുടെ എണ്ണം കുറക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ദിസ് പ്രോബ്ലം ക്യാൻ ആൾസോ ബി എഫക്റ്റീവ്ലി ഡെൽറ്റ് വിത്ത് ബൈ മേക്കിംഗ് കാർപൂൾ. That is, sharing one's car with their colleagues, other people, etc. അതായത് നമുക്ക് പറയാൻ പറ്റും, ഈ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യുക, എഫക്റ്റീവ്ലി ഡീൽ ചെയ്യുന്നത് നമ്മളൊരു കാർ പൂൾ ഉണ്ടാക്കുക. അതായത് നിങ്ങളുടെ കാറ് ഒരു കൊളീഗ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പീപ്പിളിന് ഷെയർ ചെയ്തിട്ട് നിങ്ങളൊരു കാർ പൂൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാറൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദ നെക്സ്റ്റ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഇഫ് വി സ്വിച്ച് ഓഫ് ദ എൻജിൻ ഓഫ് ദ വെഹിക്കിൾസ് അറ്റ് ദ റെഡ് ലൈറ്റ് ഓൺ ദ റോഡിൽ റെഡ് ലൈറ്റ് കാണിക്കുന്ന സമയത്ത് നമുക്കറിയാം വാഹനങ്ങൾ അവിടെ നിർത്തണം അല്ലേ. അപ്പോൾ നിങ്ങൾ അധികം ആളുകൾ എൻജിൻ ഓഫ് ചെയ്യില്ല അല്ലേ, സ്വിച്ച് ഓഫ് ചെയ്യാതെ ഇങ്ങനെ അവിടെ ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്, നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ, അതായത് എൻജിൻ ഓഫ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക. എന്താണ്, നമുക്ക് ഓയിൽ കൺസപ്ഷൻ ചെയ്യാൻ പറ്റും അല്ലേ. അതായത് നമ്മുടെ ഇന്ധനം ഫ്യൂവൽസ് കൺസപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് പറ്റും, ഫ്യൂവൽ കുറക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂവൽസിൻ്റെ യൂസേജ് കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ എയർ പൊല്യൂഷൻ കുറക്കാൻ പറ്റും. അങ്ങനെ കുറേ പ്രോബ്ലംസ് നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കേട്ടോ. സോ എന്താണ്, ഹൗ മച്ച് ഓയിൽ സ്കൂട്ടർ, കാർ, ട്രാക്ടർ, എത്ര ഓയിലാണ് വേണ്ടതെന്ന് ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് സ്കൂട്ടറിനും കാറിനും ട്രാക്ടറിനൊക്കെ എത്ര ഓയിൽ വേണം. ഹൗ മച്ച് പെട്രോൾ ഓർ ഡീസൽ ക്യാൻ ബി ഫിൽഡ് അറ്റ് എ ടൈം. നിങ്ങൾ എത്ര ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഒരു സമയത്ത് ഫില്ല് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കാറോ അതുപോലെ സ്കൂട്ടറോ ട്രാക്ടറോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടാണ് ഇത് എഴുതേണ്ടത്. ഇപ്പോൾ സ്കൂട്ടറിൽ എത്ര പെട്രോൾ അടിക്കാറുണ്ട്, എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കാറുണ്ട്, അല്ലെങ്കിൽ എത്ര ലിറ്റർ പെട്രോൾ അടിക്കാറുണ്ട്. കാറിലാണെങ്കിലോ സ്കൂട്ടറിലാണെങ്കിലോ അല്ലെങ്കിൽ ട്രാക്ടറിലാണെങ്കിലോ നിങ്ങൾ അത് എഴുതുക കേട്ടോ. ദെൻ ഹൗ ഫാർ ക്യാൻ ഇറ്റ് ഗോ ഓൺ 1 ലിറ്റർ ഓഫ് പെട്രോൾ ഓർ ഡീസൽ. 1 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിച്ചാൽ എത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റും. ഓരോന്നിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോന്നിലും മൈലേജ് കൂടുതൽ, സ്കൂട്ടറിലാണെങ്കിൽ മൈലേജ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അങ്ങനെ കാറിൽ അത്രയും ഉണ്ടാവില്ല, ട്രാക്ടർ അങ്ങനെ ഓരോന്നിലും ഡിഫറെൻ്റ് ആയിരിക്കും മൈലേജ്. അപ്പോൾ നിങ്ങൾ എത്ര ദൂരം വരെ 1 ലിറ്ററിന് പെട്രോൾ അടിച്ചാൽ പോകാൻ പറ്റും, വെഹിക്കിളിന് പോകാൻ പറ്റും എന്നാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇതും നിങ്ങൾ നിങ്ങളുടെ എൽഡേഴ്സിനോട് ചോദിച്ചിട്ട് റൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദ റൈസ് ഓഫ് പെട്രോൾ ആർ ഡിഫറെൻറ്റ് ഇൻ ഈച്ച് സിറ്റി. അതായത് പെട്രോളിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോ സിറ്റിയിലും ഡിഫറെൻ്റ് ആണ്. ദ റൈസ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ ഇൻ ഡൽഹി ആർ ഗിവൺ ഹിയർ. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് എന്ത് ചെയ്യുക, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഡൽഹിയിലുള്ള പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള
ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഫസ്റ്റ് നോക്കാം നമുക്ക്. ഓയിൽ, പെട്രോൾ, ഡീസൽ. പെട്രോൾ എന്താ? റേറ്റ് ഓഫ് 1 ലിറ്റർ ഇൻ 2002 ഒക്ടോബർ 2002 1 ലിറ്ററിന് എത്ര റേറ്റ് ആണുള്ളത്? 29.91 ആണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 2007 43.52 ആയി. പിന്നെന്ത് ചെയ്തു? 2014 ഒക്ടോബർ ആയപ്പോൾ 67.86 ആയി. മനസ്സിലായല്ലോ. സോ അതുപോലെ ഡീസലിൻ്റെ റേറ്റ് നോക്കാം. 2002 18.91, ദെൻ 2007 30.48 ആൻഡ് 2014 58.97. ഇപ്പോൾ റേറ്റ് ഇങ്ങനെ കൂടി വരികയാണ്, പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും അല്ലേ. In 2014, as compared to 2007, the rate of petrol went up by -rupees. അതായത് 2014 2007 ബേസ് ചെയ്ത് നോക്കുമ്പോൾ പെട്രോൾ എത്രയാണ് കൂടിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെട്രോളാണ്. അപ്പോൾ 67.86 ആണ് 2014 അപ്പോൾ അതുപോലെ 2007 43.52. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മൈനസ് ചെയ്യേണ്ടി വരും അല്ലേ. 67.86 മൈനസ് 43.52. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് നെക്സ്റ്റ് നോക്കുക. അതിൽ തന്നെ ദ റേറ്റ് ഓഫ് ഡീസൽ ഇൻക്രീസ്ഡ് ബൈ -rupees. എത്രയാണ് ഡീസൽ കൂടിയത്? എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2007 2014 നോക്കുന്ന സമയത്ത് 58.97 മൈനസ് 30.48. So you can get the answer. You can write here also. So the next, what was the difference in the rate of petrol and diesel from 2002 to 2007 and 2007 to 2014? അതായത് ഡീസലിൻ്റെ കേസിലും പെട്രോളിൻ്റെ കേസിലൊക്കെ നമ്മൾ 2002 മുതൽ 2007 നോക്കുകയാണെങ്കിലും അപ്പോൾ 2007 to 2014 നോക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം ശരിക്കും നന്നായി മാറ്റങ്ങൾ എല്ലാത്തിലും വന്നിട്ടുണ്ട് അല്ലേ. പെട്രോളിൻ്റെ കേസിൽ 2002 29.91 ആണ്, ഡീസലിൽ 18.91 ആണ്. അപ്പോൾ അത്രയും ഉള്ളത് എന്ത് ചെയ്തു? 2007 ആയപ്പോൾ എന്ത് ചെയ്തു? 43 ആയിട്ട് മാറി അല്ലേ. 43 ആയിട്ട് മാറി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ. 22 അത്രയും 22 റുപ്പീസിനൊക്കെ മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്തു? 67 ആയി. അതായത് 2014 ആയപ്പോഴേക്കും 67 ആയി. അപ്പോൾ എത്രയായി? അത്രയും മാറ്റങ്ങൾ എന്ത് വരുന്നുണ്ട്? വരുന്നുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് ഡീസൽ നോക്കുക. ഡീസലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 18 ഉള്ളത് 30 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ 30 ഉള്ളത് 58 ആയിട്ട് മാറി 2014 ആയപ്പോഴത്തേന്. അപ്പോൾ എന്താണ്? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റേറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. സോ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ റേറ്റ് അത് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ ഏരിയയിലുള്ള പെട്രോളിൻ്റെ റേറ്റാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, പെട്രോൾ പമ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എത്ര റേറ്റ് ആണെന്നൊക്കെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇപ്പോൾ നമ്മളുടെ ഏരിയയിൽ ഇൻ അവർ ഏരിയ ദ പ്രൈസ് ഓഫ് ദി പെട്രോൾ ഈസ് 48 rupees per liter, while that of diesel is 34 rupees per liter. അത്രയ്ക്കൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 34 48 നമുക്ക് കിട്ടില്ല അല്ലേ. 60 സംതിങ് 70 സംതിങ് ഒക്കെയാണ് നമ്മളുടെ നാട്ടിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റേറ്റ്. അപ്പോൾ നിങ്ങൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ റേറ്റ് ചെയ്യണം. വൈ ആർ ദ പ്രൈസസ് ഓഫ് പെട്രോൾ ഡീസൽ ഗോയിങ് അപ്പ്? എന്തുകൊണ്ടാണ് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റേറ്റ് ഇങ്ങനെ കൂടി വരുന്നത്? എന്തുകൊണ്ടായിരിക്കും? ദ പ്രൈസ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ ആർ ഗോയിങ് അപ്പ് ബിക്കോസ് ഇസ് പ്രൊഡക്ഷൻ ഈസ് ലിമിറ്റഡ് വൈൽ കൺസപ്ഷൻ ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. അതായത് എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷന് കുറവാണ്. പെട്രോൾ പ്രൊഡക്ട്സ് കുഴിച്ചെടുക്കുന്നത് കുറവാണ്. പക്ഷേ അതിൻ്റെ യൂസേജ് ആണെങ്കിലും എന്താണ്? കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ ക്യാഷ് പ്രൈസ് കൂട്ടി വരുന്നത്. ഓക്കെ. ഇൻ 1 month ഹൗ മച്ച് പെട്രോൾ ആൻഡ് ഡീസൽ ഈസ് യൂസ്ഡ് ഇൻ യുവർ ഹോം? വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ? അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു മാസത്തിൽ എത്ര പെട്രോൾ എത്ര ഡീസലാണ് യൂസ് ചെയ്യുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുക? In our homes, about 100 liters of petrol and 10 liters of diesel are used on
കൺവീനിയൻസ് ഓഫ് ജനറേറ്റർ അല്ലേ, നമ്മൾ കുറേ നമുക്ക് ആവശ്യങ്ങളുണ്ട് പെട്രോളും ഡീസലൊക്കെ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ചില വീടുകളിൽ ജനറേറ്റർ വേണ്ടി വരും, അതിൽ പെട്രോൾ യൂസ് ചെയ്യും. അതുപോലെ എന്ത് വീടുകളിൽ ഉള്ള വെഹിക്കിൾസിൽ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100 ലിറ്റേഴ്സൊക്കെ പെട്രോൾ അല്ലെങ്കിൽ 10 ലിറ്റേഴ്സൊക്കെ ഡീസലൊക്കെ നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മിനിമമായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പോസ്റ്റർ ഈസ് ഗിവൺ ഹിയർ. ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ആ പോസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫോർ ഡ്രൈ ക്ലീനിങ് കണ്ടാ ഫോർ ലൈറ്റ്നിങ് ആയിട്ടുള്ള ഓരോരോ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ആസ് പെട്രോൾ, ഡീസൽ ഓർ എയറോപ്ലെയിൻ ഫ്യൂവൽ ഉണ്ടോ. പെട്രോൾ എവിടെയാണ്, പെട്രോളാണ് കാറിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ട്രാക്ടറിൽ ഡീസൽ, ദെൻ എയറോപ്ലെയിനിൻ്റെ ഫ്യൂവൽ. അപ്പോൾ വെയർ ആം ഐ യൂസർ, ഞാൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്. ആസ് കെറോസിൻ ആൻഡ് എൽ പി ജി എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഓരോന്നിനും നമ്മൾ പറയാം. നമുക്കറിയാം ഈ ഡ്രൈ ക്ലീനിങ്ങിനാണെങ്കിൽ ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈറ്റ്നിങ്ങിൽ നമ്മളിവിടെ മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന ഒരു എന്താണ് കൊടുത്തിട്ടുള്ളത്, ഒരു വിളക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, കെറോസിൻ യൂസ് ചെയ്യുന്നതും മണ്ണെണ്ണ ഇട്ട് വെക്കുന്ന ഇത് കണ്ടോ നിങ്ങൾ, ഒരു ടിന്ന് കണ്ടില്ലേ. അതുപോലെ LPG ഗ്യാസിൽ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോട്ടർ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ഫ്യൂവൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോർ മേക്കിംഗ് പ്ലാസ്റ്റിക്സ് ആൻഡ് പെയിൻറ്റും പ്ലാസ്റ്റിക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്യൂവൽസാണ്. അതുകൊണ്ട് ഫ്യൂവൽസ് യൂസ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. സേവ് ഫ്യൂവൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂവൽസ് സേവ് ചെയ്യണം. മേക്ക് ഇറ്റ് എ ഹാബിറ്റ്, അതുകൊണ്ട് ഇതൊരു ഹാബിറ്റായിട്ട് തുടരുക, അതൊരു ശീലമാക്കി എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, വെയർ ഓൾ ഈസ് ഓയിൽ യൂസ്ഡ്, അതായത് നമ്മളെന്താണ് നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, അതായത് എവിടെ നിന്നാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. വെർ ഇസ് ഡീസൽ യൂസ്ഡ്, നിങ്ങൾ ഡീസൽ എവിടെ നിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഓയിൽ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഫോർ ഫ്യൂവൽസ്. നമ്മൾ വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുക്കിംഗ് ഫുഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. LPG ഗ്യാസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ലൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ഡ്രൈ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഷീൻസ് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക്സും പെയിൻറ്റ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഓയിൽ. പിന്നെന്താണ്, ഡീസൽ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ. ഡീസൽ ഇത് യൂസ് ചെയ്ത് ടു റൺ കാർ അല്ലേ, കാറ്, ബസ്സസ്, ട്രക്ക്, ദെൻ ട്രാക്ടേഴ്സ്, ട്രെയിന് ആൻഡ് ജനറേറ്റേഴ്സ്. ഇതൊക്കെ റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഡീസൽ വേണം. അപ്പം ഡീസലിലാണ് നമ്മൾ ഇതൊക്കെ റൺ ചെയ്യുന്നത്. ബിസൈഡ്സ് ഇറ്റ് ഈസ് ആൾസോ യൂസ് ടു റൺ മെഷീൻസ് ഇൻ ഫാക്ടറീസ്. അതിന് പുറമേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫാക്ടറിയിലുള്ള മെഷീൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീസൽസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ദെൻ നെക്സ്റ്റ് നോക്കാം, ഒരു പോയമാണ് കേട്ടോ. ദിവ്യ wrote a poem and read it out to her friends. Read and discuss it. ദിവ്യ ഒരു പോയം എഴുതിയിട്ടുണ്ട്, എന്നിട്ട് അത് അവളുടെ ഫ്രണ്ട്സിന് ഒന്ന് റീഡ് ചെയ്ത് കൊടുത്തു, വായിച്ചു കൊടുത്തു. എന്താണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. വു ആം ഐ, ഞാൻ ആരാണ്. ഐ ആം ബ്ലാക്ക്, ഐ ആം തിക്ക്, ഐ ഫ്ലോ, വു ആം ഐ, ഡു യു നോ. അതായത് ഞാൻ എന്താണ്, ബ്ലാക്കാണ്, ഞാൻ തിക്കാണ്, ഞാൻ ഫ്ലോ ചെയ്യും, ഞാൻ ഒഴുകി നിൽക്കും. അതുപോലെ വു ആം ഐ, ഞാൻ ആരാണ്, നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ക്വസ്റ്റ്യനല്ല, പോയമാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്, ഐ വിൽ ലാസ്റ്റ് ലോങ്ങർ, ഞാൻ എന്ത് ചെയ്യും, കുറേ കാലം നിലനിൽക്കും. ഇഫ് യു യൂസ് മീ വിത്ത് കെയർ, എന്നെ കെയറോട് കൂടി യൂസ് ചെയ്താൽ മാത്രം ഞാൻ കുറേ കാലം നിലനിൽക്കും. ഐ ഗോട്ട് മെയ്ഡ് ഓവർ സെഞ്ച്വറീസ്, എന്ത് ചെയ്യുന്നത്, ഞാൻ കുറേ സെഞ്ച്വറീസായിട്ട് എന്താ പറയുക, നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. ഐ വോണ്ട് ഓൾവേസ് ബി ദർ, ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവണമെന്നില്ല. ഐ ലൈറ്റ് യുവർ ലാമ്പ്, നമ്മളെന്താ ലാമ്പ് കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഐ കുക്ക് യുവർ ഫുഡ്, നിങ്ങളുടെ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഐ റൺ യുവർ മെഷീൻസ്, ഞാൻ എല്ലാ മെഷീൻസ് വർക്ക് ചെയ്യണമെങ്കിലും ഞാൻ വേണം എന്നാണ് പറയുന്നത്. ഫ്ലൈ പ്ലെയിൻസ് ഇൻ ദ സ്കൈയിൽ പ്ലെയിനൊക്കെ ഫ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ വേണം. ഹൂ ഈസ് മോർ യൂസ്ഫുൾ ടു പീപ്പിൾ ദാൻ ഐ, ഞാനല്ലേ ഏറ്റവും കൂടുതൽ പീപ്പിളിന്
ആരാണ് കൂടുതൽ യൂസ്ഫുൾ ടു പീപ്പിൾ? ഞാനല്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് ഇഫ് നോട്ട് യൂസ്ഡ് വിത്ത് കെയർ ഐ വോണ്ട് ഓൾവേസ് ബി ദെയർ വിൽ ദെയർ ഫൈറ്റ് ഓവർ മീ. അതായത് എന്ത് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ല കെയറോടുകൂടി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാവില്ല, പിന്നെ അതിന് എന്നോട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല എന്നാണ് പറയണത്. നിങ്ങൾ ഫൈറ്റ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ലൈഫ് വിത്തൗട്ട് മീ? ഞാനില്ലാതെ എങ്ങനെ ആയിരിക്കും ലൈഫ്? ഐ ആം ബ്ലാക്ക്, ഐ ആം തീക്ക്, ഐ ഫ്ലോ, ഐ ഡു യു നോ? അതാണ് ചോദിക്കുന്നത്. ട്രാൻസ്ലേറ്റഡ് ബൈ അനുപ ലാൽ. അതായത് ഇത്രയോ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഞാൻ ബ്ലാക്കാണ്, ഞാൻ തിക്കാണ്, ഞാൻ ഫ്ലോ ചെയ്യും, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ നല്ല കെയർ കൊടുത്ത് തന്നെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിത് തീർന്നു പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം എന്താണ്? പെട്രോളിയം ആണ് അല്ലേ? പെട്രോളിയം ഫ്യൂവലാണ് കേട്ടോ. സോ ദ നെക്സ്റ്റ് നോക്കുക, തിങ്ക് ആൻഡ് ഡിസ്കസ് ആണ്. തിങ്ക് ആൻഡ് ഡിസ്കസ് എന്താണ്? വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് യു ഡോണ്ട് ഗെറ്റ് പെട്രോൾ ഓർ ഡീസൽ ഫോർ എ വീക്ക് ഇൻ യുവർ വില്ലേജ് ഓർ ടൗൺ? നിങ്ങളുടെ വില്ലേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിലോ ഒരു വീക്ക്, ഒരാഴ്ച മുഴുവൻ പെട്രോളിയം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. പെട്രോൾ പ്രൊഡക്ട്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എന്തായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. വാട്ട് വിൽ ഹാപ്പൻ? എന്താ സംഭവിക്കുക? ഇഫ് വി ഡോണ്ട് ഗെറ്റ് പെട്രോൾ ഓർ ഡീസൽ ഫോർ എ വീക്ക് ഇൻ അവർ ഏരിയ ലൈഫ് വിൽ കം ടു എ സ്റ്റാൻഡ് അല്ലേ? സ്റ്റാൻഡ് ആൻഡ് ക്രൈസിസ് വുഡ് ബാഡ്ലി എഫക്ട് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതായത് നമുക്ക് എന്ത് ചെയ്യും? നമ്മളവിടെ നിലനിൽക്കാതെ, അതായത് നമ്മൾ ഇങ്ങനെ സ്തംഭരായി നിന്ന് പോകും. കാരണം എന്താണ്? നമ്മളെ ട്രാൻസ്പോർട്ട് സിസ്റ്റം പറഞ്ഞാൽ എന്താ? നമ്മൾ യാത്ര ചെയ്യുന്ന സിസ്റ്റം എന്ത് ചെയ്യും? ബാഡ്ലി അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ജോലിക്ക് പോകണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നിന്നാൽ നമുക്ക് ഫുഡ് ഐറ്റംസ് വരെ കിട്ടാതാവും. സോ മെഷീൻസ് യൂസ്ഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് അഗ്രികൾച്ചർ വർക്ക്സ് വിൽ ആൾസോ ബിക്കം നോൺ ഫങ്ഷണൽ അല്ലേ? അതായത് മെഷീൻസ്, നമ്മൾ ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന മെഷീൻസ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അഗ്രികൾച്ചറൽ വർക്കിന്, കൃഷി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും? ഫങ്ഷനിങ് ഇല്ലാതാകും. അപ്പോൾ അതൊന്നും വർക്ക് ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് കൃഷിയൊന്നും നടക്കില്ല. അതുകൊണ്ട് നമുക്ക് പറയാം വി വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം ജനറേറ്റേഴ്സ് ഐദർ ദെൻ ഇൻ അതർ വേർഡ്സ് ലൈഫ് വിൽ ബി മെസ്ഡ് അപ്പ്. അതായത് നമുക്ക് എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി വരെ കിട്ടാത്ത അവസ്ഥ വരും. കാരണം ജനറേറ്ററിൽ നിന്നാണല്ലോ ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. ജനറേറ്ററിൽ ഓയിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾക്ക് അത് ഇലക്ട്രിസിറ്റി കറണ്ട് വരെ കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ നമ്മളുടെ ലൈഫിന് വേറൊരു വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ മൊത്തം മെസ്സപ്പായി പോവും, നമ്മൾ സ്തംഭിച്ച് പോകും എന്നാണ് പറയുന്നത്. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, സജസ്റ്റ് സം വേസ് ടു സേവ് ഓയിൽ. ഓയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഫോളോയിങ് മെഷേഴ്സ് കുഡ് ബി ടേക്കൺ ടു സേവ് ഓയിൽ പറയാണ് കേട്ടോ. ഫസ്റ്റ്, ഇൻ പ്ലേസ് ഓഫ് യൂസിങ് പേഴ്സണൽ വെഹിക്കിൾസ് വി ഷുഡ് യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ലൈക്ക് ബസ്സസ്, ട്രെയിൻസ് ഓർ മെട്രോ ട്രെയിൻസ് എക്സെട്ര. അതായത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പേഴ്സണൽ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യാത്രകളൊക്കെ നമ്മൾ അധികവും ഇത് കുറക്കാൻ വേണ്ടിയിട്ട്, ഓയിൽസ് കുറക്കാൻ വേണ്ടി, സേവ് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെന്ത് ചെയ്യുക? പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടുള്ള ബസ്സസ്, ട്രെയിൻ അല്ലെങ്കിൽ മെട്രോ ട്രെയിനൊക്കെ യൂസ് ചെയ്യുക. പിന്നെ സെക്കൻഡ് എന്താ നമുക്ക് പറയാം? വി ഷുഡ് പ്രിഫർ വാക്കിംഗ് ഓൺ ഫുട്ട് ഓർ യൂസിങ് ബൈസിക്കിൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നടക്കുന്ന ശീലം എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക, പ്രിഫർ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ബൈസിക്കിൾ യൂസ് ചെയ്യുക. ബൈസിക്കിളിൽ നമ്മൾ വേറെ ഫ്യൂവൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, ദെൻ അതുമല്ലെങ്കിൽ നമുക്ക് എന്താ? വി ഷുഡ് കീപ്പ് അവർ വെഹിക്കിൾ സ്വിച്ച്ഡ് ഓഫ് ഓൺ റെഡ് ലൈറ്റ് അല്ലേ? റെഡ് ലൈറ്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വെഹിക്കിൾസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാം. ദെൻ വി ഷുഡ് യൂട്ടിലൈസ് സോളാർ എനർജി ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോളാർ എനർജി യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സോ നെക്സ്റ്റ്, വുഡ് ഫോർ ചുൽഹ. Durga lives in a village in Haryana. Every day she spends many hours collecting wood for the chulha. Then chulha means the stove കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ. Then her doctor also has to help her in this. For the past 3 months she has a cough. There is a lot of smoke when damp wood is burnt. But Durga does not have any other option. When there is not enough money to buy food, where will there be money to buy wood?
അതായത് ദുർഗ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹരിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ് താമസിക്കുന്നത്. കണ്ടല്ലോ ഇവിടെ പിക്ചറിലുണ്ട് ദുർഗ. അപ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, കുറേ മണിക്കൂറുകളോളം അവരെന്ത് ചെയ്യുന്നുണ്ട്, കത്തിക്കാൻ വേണ്ടിയിട്ട് വിറക് ശേഖരിക്കാൻ വേണ്ടി പോകും. ഓക്കെ. അവരുടെ ഡോട്ടർ, അവരുടെ കുട്ടി മകളും എന്ത് ചെയ്യുന്നുണ്ട്, അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 മാസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് എന്താണ്, കഫാണ്, ജലദോഷം ആണ്, മാറുന്നില്ല. അപ്പോൾ കുറേ സ്മോക്ക്, അതായത് ഈ ഡാമ്പ് വുഡ്, അതായത് ഈ വുഡൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് കുറേ സ്മോക്ക് മൂക്കിലൂടെ ഇങ്ങനെ പോകുന്നതുകൊണ്ട്, ശ്വസിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ജലദോഷവും അതുപോലെ കഫ് പറഞ്ഞാൽ എന്താ, ജലദോഷമല്ല കേട്ടോ, നമ്മുടെ ചുമ അല്ലേ, ചുമ ഒക്കെ വരുന്നത്. ബട്ട് ദുർഗ എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവൾക്കിത് വുഡ് കത്തിച്ചിട്ട് വേണം ചെയ്യാനും. അപ്പോൾ എന്താ, അവിടെ അവൾക്ക് ഫുഡ് വാങ്ങാൻ ഇനഫ് മണി ഇല്ല, പൈസ ഇല്ല. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, അതുപോലെ അവൾക്ക് ഈ വുഡ് വാങ്ങാനും അവൾക്ക് എന്തില്ല, എവിടുന്ന് വാങ്ങാനും പൈസ ഇല്ല. അപ്പോൾ വേർ വിൽ ദർ ബി മണി ടു ബൈ വുഡ്, എവിടെ നിന്നായിരിക്കും അവർക്ക് മണി, വുഡ് വാങ്ങാനുള്ള മണി കിട്ടുക? അതൊന്നും അവർക്ക് ചെയ്യാനില്ല. അവരുടെ പൈസ, അത്രയും പാവപ്പെട്ട ഫാമിലിയാണ്. അതുകൊണ്ടാണ് വുഡ് എടുത്തിട്ട് വന്നിട്ടാണ് അവർ എന്ത് ചെയ്യുക, ചെയ്യുന്നത് കേട്ടോ, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ദ ഡിസ്കസ്, ഹാവ് യു എവർ കളക്റ്റഡ് ഡ്രൈ വുഡ് ഓർ മെയ്ഡ് കൗ ഡങ് കേക്ക്സ്? ഹൗ ആർ ദേ മെയ്ഡ്? അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ത്, ഡ്രൈ വുഡ്, നല്ല ഉണങ്ങിയ വിറക്, അല്ലെങ്കിൽ എന്താ ചെയ്യുക, കൗ ഡങ് കേക്ക്സ് പറഞ്ഞാൽ എന്താ അറിയോ, ചാണകമൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടോ? ഹൗ ആർ ദേ മെയ്ഡ്, എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? മിക്കവാറും നിങ്ങളൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല അല്ലേ. അപ്പോൾ എന്താ, ചിലപ്പോൾ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, യെസ് വൺസ് ഐ ഹാവ് കളക്റ്റഡ് ഡ്രൈ വുഡ് and also made cow dung cakes. To make cow dung cakes, balls of cow dung are made, and then these are flattened to make round and flat surfaces. After that these are dried up in the sun. അതായത് നമുക്കറിയാം, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഡ്രൈ വുഡ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഉണങ്ങിയ വിറക് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൗ ഡങ് കേക്ക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, അതായത് ചാണകം എന്ത് ചെയ്യുക, എടുത്തിട്ട് ഒരു എന്താ പറയുക, റൗണ്ട് ഷേപ്പിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കുക, കൈക്കൊണ്ടോ അല്ലെങ്കിൽ കവറിട്ടിട്ടോ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നിവർന്ന സ്ഥലത്ത്, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ എന്ത് ചെയ്യുക, ഉണക്കാൻ വെക്കുക. എന്നിട്ട് കുറച്ച് ദിവസം സൂര്യപ്രകാശം കിട്ടുമ്പോൾ അത് ഉണങ്ങിയിട്ട് അങ്ങനെ ചാണകം ഇങ്ങനെ ഒരു കട്ടിയിൽ ഒരു വളത്തിൻ്റെ രൂപത്തിൽ കിട്ടും. അപ്പോൾ ഇവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിറക് ശേഖരിക്കുന്നതൊക്കെ അവർക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ഡു യു നോ എനിവൺ ഹൂ കളേഴ്സ് ഡ്രൈ വുഡ് ഓർ ലീവ്സ് ടു ബി യൂസ്ഡ് ഫോർ ലൈറ്റിംഗ് എ ചുൽഹ? അതായത് അവരുടെ സ്റ്റൗ കത്തിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഇതാണല്ലേ, വിറകാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, ആരെങ്കിലും ഇങ്ങനെ ഉണങ്ങിയ ഇല അല്ലെങ്കിൽ ഉണങ്ങിയ വിറകൊക്കെ ശേഖരിച്ചിട്ട് എന്താ പറയുക, സ്റ്റൗ കത്തിക്കാൻ വേണ്ടി, സ്റ്റൗ പറഞ്ഞാൽ അവരുടെ നമ്മൾ സാധാരണ വിറക് കത്തിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കില്ലേ, അതുതന്നെയാണ് പറയുന്നത് കേട്ടോ. സ്റ്റൗ എന്ന് ഇവിടെ അങ്ങനെ പറയുന്നു മാത്രം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. സ്റ്റൗ കത്തിക്കുക പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുമോ ചോദിക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ? എനിക്കറിയാം. Yes, I know a few people living in the village who colors dry wood or leaves for fuel. അധികവും എന്താണ്, വില്ലേജിൽ താമസിക്കുന്ന ആളുകളാണ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, അവർ കത്തിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക, ഫ്യൂവലായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്യൂവൽ, ഇന്ധനമായിട്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കാം, who cooks food in your family? നിങ്ങളുടെ ഫാമിലിയിൽ ആരാ കുക്ക് ചെയ്യാറ്? വാട്ട് അബൌട്ട് അതർ ഫാമിലീസ് ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ ഏരിയയിലുള്ള വേറെ ഫാമിലീസ് ഉണ്ടാവില്ലേ, അവിടെ ആരാ കുക്ക് ചെയ്യാറ് എന്നാണ് ചോദിക്കുന്നത്. ആരാ നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യുക? നമ്മളുടെ വീട്ടിലൊക്കെ മദേഴ്സാണ് കുക്ക് ചെയ്യുക അല്ലേ. മൈ മദർ കുക്സ് ഫുഡ് ഇൻ മൈ ഫാമിലി അല്ലേ, നമ്മുടെ ഫാമിലിയിൽ മദർ കുക്ക് ചെയ്യും. ഇൻ അതർ ഫാമിലി, വേറെ ഫാമിലിയിൽ ഏരിയയിൽ ആരാണ്, ലേഡീസ് അല്ലെങ്കിൽ സെർവൻസ് ഒക്കെ കുക്ക് ചെയ്യും അല്ലേ. സോ next question, if they cooked food using a wood or apla cow dung cakes, what difficulties
ഡു ദേ ഫേസ് ഡ്യൂ ടു സ്മോക്ക്? അതായത് ഇവർ കുക്ക് ചെയ്യാൻ വേണ്ടി വുഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, മരം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ കൗഡങ് കേക്ക്സ്, അതായത് നല്ല ഉണങ്ങിയ ഈ ഒരു ചാണകം നല്ല പെട്ടെന്ന് കത്തിപ്പിടിക്കുക, അതുകൊണ്ട് അതും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ട്സ് ആണ് ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഈ എന്തുകൊണ്ട്? സ്മോക്ക് കൊണ്ട്. എന്താ സ്മോക്ക് പറഞ്ഞാൽ? പുക കൊണ്ട് അല്ലേ. പുക കൊണ്ട് എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുക? The people who cook food using wood or apla may suffer from suffer from problems like coughing, headache and lung diseases അല്ലേ. എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക? നമുക്ക് കുറേ അസുഖങ്ങളുണ്ടാവും ഇങ്ങനെ ഉള്ള വുഡ് കത്തിച്ചാൽ. എപ്പോഴും ഇങ്ങനെ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? കഫിങ് ഉണ്ടാവും. കഫിങ് അങ്ങനെ നല്ല ചുമ ഉണ്ടാവും. അതുപോലെ തന്നെ ഹെഡേക്ക്, തലവേദന ഉണ്ടാവും. പിന്നെ നമ്മുടെ ശ്വാസകോശമായി സംബന്ധിച്ചിട്ടുള്ള കുറേ അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുക വലിക്കുന്നത് അല്ലേ, സിഗരറ്റും ബീഡിയൊക്കെ വലിക്കുന്നവർക്ക് ലങ് ഡിസീസസ് ഉണ്ടാവുന്നത്. അതുപോലെ നമുക്കും ഇങ്ങനെ കത്തിച്ചാൽ എന്നും ഡെയിലി വുഡ് കത്തിച്ചിട്ടാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കും ഇങ്ങനെയുള്ള ലങ് ഡിസീസസ് ഉണ്ടാവും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ ദുർഗ യൂസ് എനിത്തിങ് എൽസ് ഇൻസ്റ്റെഡ് ഓഫ് വുഡ്? വൈ നോട്ട്? ദുർഗ എന്ത് ചെയ്യുന്നുണ്ട്? വുഡിൻ്റെ പകരം, അതായത് വിറകിൻ്റെ പകരം വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്? സിൻസ് ദുർഗ ഈസ് പ്യുവർ അല്ലേ, പാവാണ് ദുർഗ, അതായത് തീരെ പ്യുവർ ഫാമിലിയിലുള്ളതാണ്. ഷീ ഈസ് അനേബിൾ ടു യൂസ് എനിത്തിങ് എൽസ് ഇൻസ്റ്റെഡ് ഓഫ് വുഡ്. അവൾക്ക് വുഡിൻ്റെ പകരം വേറെ ഒന്നും യൂസ് ചെയ്യാനുള്ള കഴിവ് അവൾക്കില്ല, വാങ്ങാനുള്ള മണിയും ഇല്ല, പൈസയും ഇല്ല. ഓക്കെ, ടുഡേ അബൌട്ട് 2/3 പീപ്പിൾ ഇൻ അവർ കൺട്രി യൂസ് ആപ്പിൾ വുഡ് ആൻഡ് ഡ്രൈ ട്യൂക്സ് അല്ലേ. ഇപ്പം നമ്മളെ 2/3 3 ഭാഗമായിട്ട് തിരിക്കുകയാണെങ്കിൽ 2 ഭാഗം ആളുകളും നമ്മുടെ കൺട്രിയിൽ ഈ എന്ത് ചെയ്യുന്നത്? ചാണകം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ വിറക്, നല്ല ഉണങ്ങിയ ചുള്ളി കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മരക്കഷ്ണങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുക്ക് ചെയ്യുന്നത്. ദീസ് ആർ യൂസ്ഡ് നോട്ട് ഓൺലി ഫോർ കുക്കിംഗ് ഫുഡ് ബട്ട് ആൾസോ ഫോർ കീപ്പിംഗ് വാം, ഫോർ ഹീറ്റിംഗ് വാട്ടർ ആൻഡ് ഫോർ ലൈറ്റിംഗ് ആൾസോ അല്ലേ. അതായത് നമ്മൾ ഈ ആളുകളൊക്കെ എന്ത് ചെയ്യും? കുക്ക് ചെയ്യാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, പിന്നെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? അവർക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല തണുത്ത പ്രദേശമാണെങ്കിൽ അവിടെ നല്ല വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ അവിടെ നല്ല ചൂട് കിട്ടും അല്ലേ. അപ്പോൾ ചൂടായിരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നല്ല വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ, തീ കത്തിച്ചിട്ട് ലൈറ്റ് കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെനി അതർ തിങ്സ് ആർ യൂസ്ഡ് ഫോർ ഓൾ ആക്ടിവിറ്റീസ് അറ്റ് ഹോം, കെറോസിൻ, LPG, കോൾ, ഇലക്ട്രിസിറ്റി എക്സെട്ര. അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്ത്? കെറോസിൻ, നമ്മളെ മണ്ണെണ്ണ, അതുപോലെ LPG ഗ്യാസ്, കോൾ പറഞ്ഞാൽ കൽക്കരി, ഇലക്ട്രിസിറ്റി കറണ്ട് അല്ലേ. ഇത്രയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കാഞ്ച ഹാഡ് സീൻ എ ബാർ ചാർട്ട് ഇൻ എ ബുക്ക്. The chart shows the number of houses out of 100 that use each type of fuel. അതായത് ഖാൻ ചെയ്തിട്ട് ഒരു ബാർ ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവളുടെ ബുക്കിൽ. ആ ചാർട്ടിൽ കാണിക്കുന്നത് കുറേ വീടുകൾ, അതായത് 100 വീടുകളിൽ അവർ ഓരോരോ ടൈപ്പ് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണ്? ഇറ്റ് ആൾസോ ഷോസ് ദ യൂസ് ഓഫ് വിച്ച് ഫ്യൂവൽ ഹാസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഓരോന്നിലും ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഏത് ഫ്യൂവലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിച്ച് ഫ്യൂവൽ ഹാസ് ഡിക്രീസ്ഡ് ഓവർ ദ പാസ്റ്റ് 20 years. 20 വർഷങ്ങളായിട്ട് ഏത് ഫ്യൂവലാണ് യൂസേജ് കുറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ബാർക്കുകൾ ഉണ്ടോ? ഇയർ 1976 ഇയറാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് Y ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് ഹൗ മെനി ഹൗസസ് ഔട്ട് ഓഫ് 100 യൂസ് ഇറ്റ്. അത് 100ൽ എത്ര വീടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ 1996 റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കുക 1976 നമുക്ക് നോക്കാം. ആപ്പിൾ ആൻഡ് വുഡ് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം 84 ആണ്. 84% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ ഈ ഉണങ്ങിയ വിറക്, അതുപോലെ ചാണകമൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. പിന്നെന്താണ്? 10% ആളുകൾ മാത്രമേ അന്ന് എന്തുള്ളൂ? LPG ഗ്യാസ്, അതുപോലെ മണ്ണെണ്ണയ്ക്ക് യൂസ് ചെയ്യുന്നുള്ളൂ, കെറോസീനൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ 5% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ആകെ ഒരാൾ മാത്രമേ ഒരാൾ നല്ല 1% മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ.
സോ ദെൻ നെക്സ്റ്റ് 1996 ആയിരുന്ന സമയത്ത് എന്താ സംഭവിച്ചത് നോക്കാം. അപ്പോഴാണ്ട് വുഡ്, അതായത് അപ്പോഴും വുഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് 75 ആയിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LPGൻ്റെയും കെറോസിൻ്റെ ഒക്കെ യൂസേജ് കൂടി. അവിടെ എന്താ 18 ആയിട്ട് മാറി. പക്ഷേ കോള് പറ്റ കുറഞ്ഞു. എന്താണ് കൽക്കരിയുടെ യൂസേജ് ആകെ കുറഞ്ഞിട്ട് 2 ആയിട്ട് മാറി. ഇലക്ട്രിസിറ്റി എന്ത് ചെയ്തു 5% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇൻ ഇയർ 1976 അല്ലേ, ദെൻ ഔട്ട് ഓഫ് 100 ഹൗ മെനി ഹൗസസ് യൂസ്ഡ് അപ്ല ആൻഡ് വുഡ്, അതായത് എത്ര വീടുകൾ നമ്മൾ 1996 എന്താ പറയുക 1976 100-ൽ എത്ര വീടുകൾ അപ്ലയും അതുപോലെ വുഡും യൂസ് ചെയ്യുന്നുണ്ട്. 84 അല്ലേ, 84 വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ആ ഗ്രീൻ ബാറിൽ ഡയഗ്രാമിൽ കൊടുത്തിട്ടുള്ളതാണ്. സോ 84 ഹൗസസ് ആണുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വാസ് ദ ഫ്യൂവൽ യൂസ്ഡ് ദ ലീസ്റ്റ് ഇൻ 1976? ഏത് ഫ്യൂവലാണ് കുറവായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 1976? ഏതാണ് ഏറ്റവും കുറവായിട്ട്? ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റി ഇൻ 1976 LPG ആൻഡ് കെറോസിൻ were used in 10 houses and in 1996 this increased to 18. This means that in 20 years their use will be increased by 80% അല്ലേ. അപ്പോൾ 80% ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം ഇലക്ട്രിസിറ്റിയാണ് ഏറ്റവും കുറവ് യൂസ് ചെയ്തിട്ടുള്ളത്. In 1976 LPG and kerosene were used in dash houses and in 1996 this increased to dash. This means that in 20 years their use increased by dash percentage. എന്താണ് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു അത് ഓൾറെഡി പറഞ്ഞു 1976 LPG കെറോസിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എത്ര വീടിലാണ്? 10 ഹൗസിലാണ് അല്ലേ. അവിടെ 10 ഹൗസ് ഫസ്റ്റ് ചെയ്താൽ. അപ്പോൾ 1996 ഇത് ഇൻക്രീസ് ചെയ്തിട്ട് എത്ര ആയി? 18 ആയിട്ട് മാറി. ഇൻക്രീസ് ടു 18. ഇതിൻ്റെ ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? 20 ഇയേഴ്സിൽ അവരുടെ യൂസേജ് എത്ര ശതമാനം വർദ്ധിച്ചു? 80%. ലാസ്റ്റ് 80% നേടാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് 100 ഹൗ മെനി ഹൗസസ് വർ യൂസ് ഇൻ ഇലക്ട്രിസിറ്റി ഇൻ 1996? 1996 എത്ര ആളുകളാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ എത്ര ആളുകൾ തുടങ്ങിയിട്ടുണ്ടാവും? അതായത് 1996 5 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം 100-ൽ എത്ര ആളുകളാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ തുടങ്ങിയത്? 5. ഓക്കെ, which fuel was used the least in 1996? What percentage of houses used it in the year 1976? അതായത് നമ്മുടെ ഏത് ഫ്യൂവലാണ് നിങ്ങൾ 1996 ഏറ്റവും കുറവുള്ളത്? എന്ത് പെർസെൻറ്റേജ് ആണ് ഈ ഇയറിൽ 1976 ഹൗസസിൽ ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെയാണ്, എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം കോൾ വാസ് യൂസ്ഡ് ഇൻ ലീസ്റ്റ് ഇൻ 1996 1990 ഏറ്റവും കുറവുള്ളത് ഏതാണ്? കോൾ യൂസേജ് ആണ്. ഇൻ 1976 വാസ് യൂസ്ഡ് ഇൻ 5% ഓഫ് ഹൗസസ് 5% ഹൗസസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1976. ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട് ഫ്രം യുവർ എൽഡേഴ്സ്. നിങ്ങളുടെ എൽഡേഴ്സിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, when they were young that was then used to cook food at home. അതായത് എപ്പോഴാണ് അവർ യങ് ആയിരുന്ന സമയത്ത് ഫുഡ് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്തിരുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. when they were young കോള്, വുഡ്, അപ്ല were used to cook food at home അല്ലേ. പണ്ടത്തെ കാലത്തുള്ള ആളുകൾ എന്തായിരിക്കും? നല്ല ഉണങ്ങിയ വിറക്, അതുപോലെ ചാണകം, അതുപോലെ കോള്, കൽക്കരിയൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലേ. ദെൻ 30 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പാസ്റ്റ് 10 years യൂസ് ഓഫ് വിച്ച് കുക്കിംഗ് ഫ്യൂവൽ ഹാസ് ഇൻക്രീസ്ഡ് ഇൻ യുവർ ഏരിയ? യൂസ് ഓഫ് വിച്ച് ഫ്യൂവൽ ഹാസ് ഡിക്രീസ്ഡ്? അതായത് 10 വർഷങ്ങളായിട്ട് നിങ്ങളുടെ നാട്ടിൽ കുക്കിംഗ് ഫ്യൂവലായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ ഏത് ഫ്യൂവലാണ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്, കുറഞ്ഞു വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഇൻ ദ പാസ്റ്റ് 10 years യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് LPG ഹാസ് ഇൻക്രീസ്ഡ് വൈൽ യൂസ് ഓഫ് വുഡ്,
കോൾ എക്സെട്ര ഹാസ് ഡിക്രീസ്ഡ് അല്ലേ. അതായത് നമ്മൾ 10 വർഷങ്ങളായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസേജ് കൂടി, അതുപോലെ LPG യൂസ് ചെയ്യുന്ന ആളുകളും ഇൻക്രീസ് ആയിക്കൊണ്ടിരുന്നു. പക്ഷേ വുഡ് യൂസ് ചെയ്യുന്നതും അപ്ല യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കോൾ യൂസ് ചെയ്യുന്ന ആളുകളും എന്ത് ചെയ്തു, ഡിക്രീസ് ആയിക്കൊണ്ടിരുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ഗസ് ദ യൂസ് ഓഫ് വിച്ച് ഫ്യൂവൽ വുഡ് ഇൻക്രീസ് ആൻഡ് വിച്ച് വുഡ് ഡിക്രീസ് ഇൻ ദ നെക്സ്റ്റ് 10 years. അതായത് നിങ്ങളോട് ഗസ് ചെയ്യാനാണ് പറഞ്ഞത്, ഏത് ഫ്യൂവലാണ് എന്ത് ചെയ്യുന്നത്, ഏത് ഫ്യൂവലിൻ്റെ യൂസേജ് ആണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് 10 വർഷങ്ങളായിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് യൂസേജാണ് ഫ്യൂവലിൻ്റെ, ഏത് ഫ്യൂവലാണെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഐ ഗസ് ഇൻ ദ നെക്സ്റ്റ് 10 years, ഇനി വരുന്ന 10 വർഷങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുക, യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് LPG വുഡ് ഇൻക്രീസ് വൈൽ ദാറ്റ് ഓഫ് വുഡ് കോള് ആൻഡ് അപ്ല വിൽ ഡിക്രീസ് അല്ലേ. അതായത് ഇതേപോലെ തന്നെ ആയിരിക്കും, ഇലക്ട്രിസിറ്റിയും LPGയും കൂടി വരും, അപ്പോൾ തന്നെ വുഡും കോളൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ യൂസേജ് കുറഞ്ഞും വരും. ഓക്കെ, ദ വാട്ട് വി ഹാവ് ലേൺഡ്, എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ ദാറ്റ് എ കമ്പനി ഹാസ് ഗിവൺ യു എ ചാൻസ് ടു ഡിസൈൻ എ ന്യൂ വെഹിക്കിൾ ലൈക്ക് എ മിനി ബസ്. വാട്ട് കൈൻഡ് ഓഫ് വെഹിക്കിൾ വുഡ് യു ഡിസൈൻ? റൈറ്റ് അബൌട്ട് ഇറ്റ്, ഡ്രോ എ പിക്ചർ ആൻഡ് കളർ ഇറ്റ്. അതായത് നിങ്ങളുടെ കമ്പനി നിങ്ങൾക്കൊരു ചാൻസ് തന്നു, എന്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പുതിയ ഒരു വെഹിക്കിൾ, അതൊരു മിനി ബസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ചാൻസ് തന്നാൽ നിങ്ങൾ ഏത് വെഹിക്കിളായിരിക്കും, എങ്ങനെയുള്ള വെഹിക്കിളായിരിക്കും ഡിസൈൻ ചെയ്യുക, അതിനെക്കുറിച്ച് എഴുതുക, അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കുക, അല്ലെങ്കിൽ കളർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഐ വിൽ ഡിസൈൻ എ ബസ് വിച്ച് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. അതായത് ഞാൻ എപ്പോഴും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബസ്സായിരിക്കും ഉണ്ടാക്കുക. ഹൈലി ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരിക്കും അല്ലേ, ഫ്യൂവൽ അധികം എഫിഷ്യൻ്റ് ആയിരിക്കും. അതുപോലെ എസ്പെഷ്യലി ഡിസൈഡ് കീപ്പ് ഇൻ വ്യൂ ആൻഡ് വ്യൂ ദ നീഡ് ഓഫ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആൻഡ് എൽഡർ പീപ്പിൾ ആൾസോ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ ഡിസൈൻ ചെയ്യുക. അതായത് ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ, കാലിന് വയ്യാത്ത ആളുകളൊക്കെ വീൽ ചെയറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ബസ്സസ്, അതുപോലെ ചിൽഡ്രന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബസ്, അതുപോലെ വയസ്സായ ആളുകൾക്കൊക്കെ കയറാൻ പറ്റുന്ന അത്രയും ഉയരം കുറവുള്ള ബസ്, അങ്ങനെയായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, വൈൽ മേക്കിംഗ് ദ ഡിസൈൻ വൂ ഡിഡ് യു പ്ലാൻ ടു ടേക്ക് കെയർ ഓഫ്? അതായത് നിങ്ങൾ ഈ ഡിസൈൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും ഇതിന് പ്ലാൻ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. who did you plan to take care of? ആയിരിക്കും പ്ലാൻ ചെയ്യുക, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുക? ഞാൻ പ്ലാൻ ചെയ്യുക ഓൾഡ് പീപ്പിൾ, അതായത് ഓൾഡ് പീപ്പിളിന് വേണ്ടിയിട്ട് ലോ ഫ്ലോർ ആക്കി കൊടുക്കുക. സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സീറ്റ്സ് നിയർ ദ ഡോറിൻ്റെ അടുത്ത് തന്നെ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് കൊടുക്കും. അതുപോലെ തന്നെ സീറ്റൊക്കെ എന്ത് ചെയ്യുന്നു, സ്പെഷ്യൽ സീറ്റ് കൊടുക്കും, ഡോറിൻ്റെ അടുത്ത് തന്നെ കൊടുക്കുക ചെറിയ വയസ്സായ ആളുകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ലോ ഫ്ലോർ കൊടുക്കുക, പക്ഷേ ഉയരം കുറഞ്ഞിട്ടുള്ള കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്. ചിൽഡ്രന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക. എന്ത് ചെയ്യുക നമ്മൾ, ലോ ഫ്ലോർ കൊടുക്കുക, അതുപോലെ ക്ലോസ്ഡ് ഡോറ് ക്ലോസ് ചെയ്യുക, പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്ന രീതിയിലാക്കി കൊടുക്കുക. ദോസ് ഹു കനോട്ട് സീ ലോ ഫ്ലോർ ക്ലോസ്ഡ് ഡോർ ആൻഡ് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സീറ്റ് നിയർ ദ ഡോർസ്. അതായത് അവർക്ക് കാണുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, നമ്മൾ ലോ ഫ്ലോറോ അതൊക്കെ കൊടുക്കും. ഓക്കെ, ലുക്ക് ഔട്ട് ഫോർ ന്യൂസ്. അപ്പോൾ ഇവിടെ ഓരോ പീപ്പിളിനെ കൊടുത്തിട്ടുണ്ട്, ഓൾഡ് പീപ്പിൾ, ചിൽഡ്രന്, ദോസ് ഹു കനോട്ട് സീ, അവർക്ക് കണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലോ ഫ്ലോർ കൊടുക്കും, അതുപോലെ ക്ലോസ്ഡ് ഡോർ കൊടുക്കും, അതുപോലെ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് സീറ്റും ഡോറൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഡോറിൻ്റെ അടുത്ത് തന്നെ സ്പെഷ്യൽ സീറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ദെൻ ലുക്ക് ഔട്ട് ഫോർ ന്യൂസ് റിപ്പോർട്ട് ഓൺ ഓയിൽ, കട്ട് ദീസ് ആൻഡ് മേക്ക് എ കൊളാഷ്. Put up a chart in your classroom. Also write your own views on these ന്യൂസ് റിപ്പോർട്ട്സ്. അതായത് നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട്സ് നോക്കിയിട്ട് അതിൽ ഓയിലിനെ കുറിച്ചുള്ള എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒരു കൊളാഷ് ഉണ്ടാക്കാൻ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വ്യൂസ് എന്തൊക്കെയാണ് അതും ഒന്ന് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. Then make a poster with a message on saving fuel. Write a slogan too. Where would you like to put up this poster? അതായത് നിങ്ങളൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഫ്യൂവൽ സേവ് ചെയ്യുന്ന ഒരു പോസ്റ്റർ, അതിനെതിരെ ഒരു ഫ്യൂവൽ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. അതും അല്ലെങ്കിൽ സ്ലോഗൻ ഉണ്ടാക്കുക. സ്ലോഗൻ അറിയാലോ, അതിനൊരു മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഈ പോസ്റ്റർ നിങ്ങൾ എവിടെ പുട്ട് ചെയ്യും, എവിടെയാണ് നിങ്ങൾ എന്താ ചെയ്യുക, തൂക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടീസ് ബോർഡിലൊക്കെ പേസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. സോ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് ഈ സെക്കൻഡ് ടേമിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ സെക്കൻഡ് ടേം വിൽ ബി കംപ്ലീറ്റഡ്.
Then you have to study well. The coming 18th will be the exam will start, so don't forget to study. And if you have any doubt, please ask me. Then I will give the some notes to you in your WhatsApp group. Don't forget to write in your notebook and send me also. Okay, then we can meet in next class with a new chapter. Bye.